ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. കറുപ്പ് സിനിമ എങ്ങനെയുണ്ട് എന്ന ചോദ്യത്തിന് ഒറ്റ കാര്യമേ ഉള്ളൂ, അത് ആളിക്കത്തിച്ച് തീപന്തം പോലെയുള്ള സംഭവം എന്ന് തന്നെയാണ്. ബാലാജി അറിഞ്ഞ് തൂക്കിയിരിക്കുകയാണ് ഈ സിനിമ എന്ന് തന്നെ പറയാം. കൂടെ സായുടെ മ്യൂസിക്കും വരുമ്പോൾ അത് തീപ്പന്തമായി മാറുന്ന കാര്യം. ഇത് സിനിമയുടെ ആദ്യ അഭിപ്രായങ്ങൾ വന്നപ്പോൾ ഫസ്റ്റ് ഹാഫ് ഇമോഷണലി കണക്റ്റാക്കി അങ്ങനെ സ്റ്റേജ് അങ്ങ് സെറ്റ് ചെയ്തു എന്നുള്ളതാണ്. നീണ്ട 14 വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ സൂര്യയുടെ ഗംഭീര അതികൊടൂര കംബാക്ക് എന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. സെക്കൻഡ് ഹാഫ് ഒന്നും പറയാനില്ല, കത്തിച്ച് വിട്ടു എന്നുള്ളതാണ്. അതായത് വലിയ രീതിയിലുള്ള ഒരു കംബാക്ക്, എന്താണോ പ്രേക്ഷകൻ പ്രതീക്ഷിച്ചത് അതിന് മുകളിലേക്കുള്ള ഒരു ഐറ്റവുമായി വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് ബാലാജി അമ്മാതിരി കൊടൂര തൂക്കു തന്നെയാണ് ഈ ഒരു സിനിമയിലൂടെ കറുപ്പിലൂടെ നേടിക്കൊടുത്തിരിക്കുന്നത്. സൂര്യയുടെ അതിഗംഭീരമായ കംബാക്ക്. തീർച്ചയായും നിങ്ങൾ ഒരു സൂര്യ ഫാനാണെങ്കിലും അല്ലെങ്കിൽ നല്ല സിനിമ കാണണം എന്നുള്ളവർക്കാണെങ്കിലും ടിക്കറ്റ് എടുക്കാം എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സിനിമ. അതെ, വനവാസം കഴിഞ്ഞു, ഇനി പട്ടാഭിഷേകം. 13 വർഷം കഴിഞ്ഞ് 14-ാം വർഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്നും തന്നെ പറയാനില്ല, അമ്മാതിരി കൊടൂര തൂക്ക് എന്നുള്ളതാണ്. എല്ലാം കൊണ്ടും സൂപ്പർ. ഫൈറ്റ്, സ്റ്റണ്ട്, ആക്ഷൻ, ഇമോഷണലി കണക്ഷൻ, BGM എന്ന് വേണ്ട, ഡയറക്ഷൻ വേണ്ട, എല്ലാ സംഭവവും ക്ലിക്കായിരിക്കുന്ന ഒരു മികച്ച സിനിമ എന്ന് തന്നെയാണ് ഇതിനെ പറയാനുള്ളത്. എന്തായാലും സൂര്യ ആരാധകർ ഹാപ്പിയാണ്, മലയാളികൾ ഹാപ്പിയാണ്. ഇത് ആളിക്കത്തിക്കുകയാണ്. വീഡിയോസ് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാം. തീർച്ചയായും തിയേറ്ററിലേക്ക് പോകാം. ഇത് സൂര്യയുടെ അതിഭീകര അതികൊടൂര കംബാക്ക് എന്ന് തന്നെ ഞാൻ പറയുന്നു. നിങ്ങൾ കണ്ടവരാണെങ്കിൽ തീർച്ചയായും കമൻസിലൂടെ പറയാം. ഗ്രേ മീഡിയാസ്.